കേരളത്തിലെ മാഫിയ സംഘങ്ങളെ സംരക്ഷിക്കുന്ന, ജനകീയ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ അതിദയനീയമായി പരാജയപ്പെട്ട ജനദ്രോഹ സർക്കാരിന് നേതൃത്വം നൽകുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് UDF ഒരു അന്തിമ സമരം ആരംഭിക്കുകയാണ്. കഴിഞ്ഞ 3 വർഷം ഞങ്ങൾ തുടർച്ചയായി ഉന്നയിച്ച ആരോപണങ്ങൾ, അഴിമതിയിൽ മുങ്ങിക്കുളിച്ചു നിൽക്കുന്ന ഗവൺമെൻറ്റും മുഖ്യമന്ത്രിയുമാണ് പിണറായി വിജയൻ. ഒന്നിനെക്കുറിച്ചും തൃപ്തികരമായ ഒരു അന്വേഷണത്തിന് തയ്യാറാവാത്ത മുഖ്യമന്ത്രി കേരളത്തിൻ്റെ ഭരണരംഗത്ത് കഴിഞ്ഞ 3 വർഷമായി അതിരൂക്ഷമായ പ്രശ്നങ്ങൾ തലയുയർത്തി നിൽക്കുന്നു. സാമ്പത്തിക തകർച്ച, ക്രമസമാധാന തകർച്ച, ജനങ്ങളുടെ ജീവൽ പ്രശ്നങ്ങളാണ് വിലക്കയറ്റം, തൊഴിലില്ലായ്മ. ഇത് പരിഹരിക്കുന്നതിൽ ദയനീയമായി പരാജയപ്പെട്ട ഒരു സർക്കാരിൻ്റെ മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ. തൊഴിലാളി ദ്രോഹ നടപടികൾ, കർഷക ദ്രോഹ നടപടികൾ, സർക്കാർ ജീവനക്കാർക്ക് ആനുകൂല്യം നിഷേധിച്ച് പെൻഷൻകാരുടെ ന്യായമായ അവകാശങ്ങൾ വെട്ടിക്കുറച്ച ഒരു ഗവൺമെൻറ്, വിദ്യാഭ്യാസ രംഗത്ത് വളരെയധികം തകർച്ചയ്ക്ക് നേതൃത്വം നൽകുന്ന വിദ്യാഭ്യാസ മന്ത്രിമാരും മുഖ്യമന്ത്രിയും, എല്ലാ രംഗത്തും പരാജയപ്പെട്ടൊരു ഗവൺമെൻറ് ഇപ്പോൾ ഭരണകക്ഷിയിലെ തന്നെ ഒരു MLA. ഞങ്ങൾ UDF നടത്തിയ കഴിഞ്ഞ സമരത്തിൽ ഞങ്ങൾ ഉയർത്തിയൊരു മുദ്രാവാക്യം നിങ്ങൾ മറന്നിട്ടുണ്ടാവില്ല. സർക്കാരില്ലത് കൊള്ളക്കാർ, കൊള്ളക്കാരുടെ സർക്കാരായിരുന്നു. ആ കൊള്ളയ്ക്ക് സാക്ഷ്യം വഹിക്കുകയോ കൂട്ടുനിൽക്കുകയോ ചെയ്ത ഒരാളാണ് ഭരണകക്ഷിയിലെ ഒരു MLA. അത് ആ കൊള്ളയുടെ വെളിപ്പെടുത്തലുകൾ നടത്തിയപ്പോൾ പൊതുസമൂഹം ഞങ്ങൾ ഉന്നയിച്ച ആരോപണങ്ങൾ രാഷ്ട്രീയ പ്രേരിതമല്ല എന്ന് പൊതുസമൂഹത്തിനും, മാധ്യമങ്ങൾ നേരത്തെ തന്നെ ഈ ആരോപണങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്നവരാണ്, ജനങ്ങൾക്കെല്ലാം ബോധ്യമായി. ഇന്നിപ്പോൾ ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഈ സമരത്തിന്, ഇതൊരു അന്തിമ സമരമാണിത്. ഞങ്ങളുടെ ലക്ഷ്യം എത്തുന്നത് വരെ ശക്തമായ സമരം നടത്തണം എന്നാണ് തീരുമാനിച്ചിട്ടുള്ളത്. തൃശ്ശൂർ പൂരം കലക്കിയതിനെക്കുറിച്ച് ഒരു ജുഡീഷ്യൽ അന്വേഷണം നടത്തുക, മാഫിയകളെ സംരക്ഷിക്കുന്ന മുഖ്യമന്ത്രി രാജിവെക്കുക, സ്വർണ്ണ കള്ളക്കടത്ത്, സ്വർണം പൊട്ടിക്കൽ, ലഹരി കള്ളക്കടത്ത്, അതുപോലെ തന്നെ അനധികൃത സ്വത്ത് സമ്പാദനം, ഇത്തരം കാര്യങ്ങളിലൂടെ അഴിമതിക്കാരനായി മാറിയ ADGP അജിത് കുമാറിനെ സസ്പെൻഡ് ചെയ്യുക. ഈ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ശക്തമായ സമരമാണ് ഇന്നലെ രാത്രി ഞങ്ങൾ നടത്തിയ ഓൺലൈൻ മീറ്റിങ്ങിൽ, UDFൻ്റെ കക്ഷി നേതാക്കളുടെ മീറ്റിങ്ങിൽ തീരുമാനിച്ചു. ഇന്നലത്തെ ഓൺലൈൻ മീറ്റിങ്ങിൽ UDFൻ്റെ കക്ഷി നേതാക്കളായ പ്രതിപക്ഷ നേതാവിൻ്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ കക്ഷി നേതാക്കളായ ശ്രീ K. സുധാകരൻ, ശ്രീ PK കുഞ്ഞാലിക്കുട്ടി, ശ്രീ PJ ജോസഫ്, രമേശ് ചെന്നിത്തല, ശ്രീ CP ജോൺ, ഷിബു ബേബി ജോൺ, അനൂപ് ജേക്കബ്, സലീം P. മാത്യു, ദേവരാജൻ, രാജേന്ദ്രൻ എന്നിവർ പങ്കെടുത്തിരുന്നു. ഈ ഒക്ടോബർ മാസം 8-ാം തീയതി സെക്രട്ടേറിയറ്റിന് മുമ്പിലും എല്ലാ ജില്ലാ തലസ്ഥാനങ്ങളിലും, മറ്റ് 13 ജില്ലാ തലസ്ഥാനങ്ങളിലും UDFൻ്റെ നേതൃത്വത്തിൽ സായാഹ്ന പ്രതിഷേധ സംഗമങ്ങൾ ഈ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി ആ സമരത്തിൻ്റെ തുടക്കം കുറിച്ചുകൊണ്ട് നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. കേരളത്തിലെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ആവർത്തിച്ച് ഉയർത്തിയ ആരോപണമാണ് ഈ CPM BJP നെക്സസ്. ആ അന്തർധാരയ്ക്ക് ശക്തി പകരുന്ന രൂപത്തിലാണ് PV അൻവറിനെ പോലുള്ള ഒരാൾ ആരോപണം ഉന്നയിച്ചപ്പോൾ ADGP BJPയുടെ 2 പ്രമുഖരായ ദേശീയ നേതാക്കളെ കണ്ടത് വെളിപ്പെടുത്തിയത് അൻവറല്ല, പ്രതിപക്ഷ നേതാവാണ്.
ഞങ്ങൾ ഇതുവരെ പറഞ്ഞ എല്ലാ ആരോപണങ്ങളും അക്കമിട്ട് നിരത്തി ഞങ്ങൾ നിരവധി തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഉന്നയിച്ചിട്ടുള്ള ആരോപണം. ആ ആരോപണങ്ങൾ ആവർത്തിക്കുക മാത്രമാണ് ഇപ്പോൾ ഭരണകക്ഷിയിലെ CPM-ന്റെ ഒരു സ്വതന്ത്ര MLA അൻവർ നിർവഹിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഞങ്ങളുടെ വ്യക്തമായ പ്രക്ഷോഭണം ഇപ്പോൾ തന്നെ കോൺഗ്രസ് കഴിഞ്ഞ 24-ാം തീയതി കേരളത്തിലെ 280 കേന്ദ്രങ്ങളിൽ ബ്ലോക്ക് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ശക്തമായ പ്രതിഷേധ സംഗമങ്ങൾ നടത്തി. അതിനു മുമ്പ് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ മണ്ഡലാടിസ്ഥാനത്തിൽ പ്രതിഷേധിച്ചുകൊണ്ടുള്ള പന്തംകൊളുത്തി പ്രകടനം നടത്തി. മുസ്ലിം ലീഗും അതുപോലെ തന്നെ എല്ലാ ഘടകകക്ഷികളും അവരുടേതായ നിരവധി പ്രക്ഷോഭ പരിപാടികൾ നടത്തി. ആ പ്രക്ഷോഭ പരിപാടികളെല്ലാം സംയുക്തമായി UDF-ന്റെ നേതൃത്വത്തിൽ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഇന്നലത്തെ UDF ഓൺലൈൻ മീറ്റിംഗിൻ്റെ കക്ഷി നേതാക്കളുടെ തീരുമാനം. 8-ാം തീയതിയിലെ പ്രക്ഷോഭത്തിന് ശേഷം നിയമസഭ 4-ാം തീയതി ആരംഭിക്കുകയാണ്. ഞങ്ങൾ UDF-ന്റെ ഉന്നതാധികാര സമിതി വിളിച്ചുകൂട്ടി തുടർ സമര പരിപാടികൾ തീരുമാനിക്കാനും നിശ്ചയിച്ചിട്ടുണ്ട്.